ഹലോ, നമസ്കാരം. വെൽക്കം ടു ചെറിയൻ ടോക്ക് വിത്ത് സൂര്യ. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ മോന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കീ ഇൻഗ്രീഡിയൻസാണ് ആദ്യമേ കാണിച്ചിട്ടുള്ളത്. ഒരു ചട്ടി വെച്ചു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് പൊട്ടുന്നത് കടുകൊന്നും ഇട്ടിട്ടില്ല, ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു ചട്ടിയിൽ, അതാണ്. കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് മൂക്കൊന്നും വേണ്ട, ചെറിയ രീതിയിൽ ഈ ഒരു രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അടുത്തതായിട്ട് സവോള ഇടാൻ പോകുന്നത്. സവോള ഇട്ടു. സവോളയും ഇതുപോലെ തന്നെ സെയിം ഇച്ചിരി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമ്മളിത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, സോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അവന് എപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ഈ വർഷമാണ് സ്കൂളിൽ അവനെ ചേർത്തത്. അപ്പോൾ അവന് മുമ്പ് പഠിക്കാൻ പറ്റുന്നതിന് എടുത്താണേലും അവൻ എപ്പോഴും കൊടുത്തു വിടുന്നത്, മിക്കവാറും ഒക്കെ ഞാൻ കൊടുത്തു വിടുന്നത് ഈ ടൊമാറ്റോ റൈസാണ്. അവന് ഭയങ്കര ഇഷ്ടമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കുറച്ച് ഉപ്പിട്ട് സോട്ട് ചെയ്യുന്നു. പിന്നെ അതുമല്ല, ഇതിനകത്ത് അധികം മസാലകൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇതാണ് ടൊമാറ്റോ റൈസ് എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും മിക്കവരും ഉണ്ടാക്കിയിട്ടുള്ളതും നമ്മുടെ ബസ്മതി റൈസിലൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഞാനിത് വെക്കുന്നത് നമ്മുടെ നോർമൽ റൈസിലാണ് കേട്ടോ. ഞങ്ങളിവിടെ കുത്തരി ആയിരുന്നു, അപ്പോൾ കുത്തരിയിടത്താണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടത് വഴണ്ട് വന്നിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, വലിയ ആളുകൾക്കും ഇഷ്ടമാവും. ടൊമാറ്റോ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ ഇതാണോ ടൊമാറ്റോ റൈസ് എന്ന് ആരും ചോദിക്കരുത്. ഇങ്ങനെ ആണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത്. ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുക, ഇതിനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, ഈ രീതിയിൽ വെക്കുന്നതും ഒരു ടേസ്റ്റിൽ തന്നെ ആയിരിക്കും. പിന്നെ ഒത്തിരി സ്പൂൺ, ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അതും ഇട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ കുറച്ചൊന്ന് കൈവെള്ളം തെളിച്ച് കൊടുക്കണം. ആ മസാലയൊക്കെ ഒന്ന് അതിനകത്ത് നന്നായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടി. ശേഷം നമ്മളിതാ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ചോറ് ഞാൻ ഇങ്ങനെ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു. അപ്പോൾ അവന് വേണ്ടി മാത്രത്തിനുള്ള ചോറിട്ട് കൊടുക്കുക. അത് ഇളക്കി കൊടുത്ത് വെച്ചാൽ മതി. കുറച്ച് നേരം അങ്ങനെ ഇളക്കുക. മൂടിയൊക്കെ വെക്കണം. ഞാൻ അതൊന്നും എത്തി കാണിച്ചില്ല, ചെറുതായിട്ട് വെള്ളം തണിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു നനവ് കൊണ്ട് അടിയിലൊന്നും പിടിക്കത്തൊന്നുമില്ല. അങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് മല്ലിയില ഇടുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഒരു പിഞ്ച് കായപ്പൊടി ഇടുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടത്. ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കും. ഇത്രയേ ഉള്ളൂ ടൊമാറ്റോ റൈസ്. അതിനുശേഷം ഞാനത് ലഞ്ച് ബോക്സിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.